മന്ത്രി വന്നല്ലോ, അപ്പൊ പിന്നെ ഷോ തുടങ്ങാം. ഇരിക്കണം. ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ, മറ്റു പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൂപ്പർമാൻ ഷോ 97 ഉടനെ ആരംഭിക്കുകയാണ്. ഇതിന് ഇന്റർവെൽ ഇല്ല. ഇതെപ്പോ തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല. അതെല്ലാം തീരുമാനിക്കുന്നത് അവരാണ്. സൂപ്പർമാൻ ഷോ 97. ഹലോ, ഞങ്ങളിപ്പോ ബീച്ച് റോഡ് ജംഗ്ഷനിലെത്തി. ആ ശരി, റൈറ്റോട്ട് ഇരിക്കും, റൈറ്റോട്ട്. ഹലോ, സെക്കൻഡ് ഫ്ലോറില. ആഹാ, ഒറ്റ കുഞ്ഞില്ല. ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ഒരു പന്നി അറിയാൻ പോണില്ല. ഒന്ന് പതുക്കെ പറയൂ. നാട് മുഴുവൻ എന്റെ വോട്ടേഴ്സാ. തൂണിനും തുരുമ്പിനും വരെ കണ്ണുള്ള കാലം ഇത്. ഇത് തന്നെയല്ലേ സ്ഥലം? ഇത് തന്നെ. തോക്കുണ്ടല്ലോ. ഒന്ന് മിണ്ടാതിരിക്കടോ. താനാ കുന്ത്രാണ്ട പോക്കറ്റിലിടും. ഇവിടെ വെച്ചേക്കണ്. എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്? അവന്റെ ഓരോരോ പ്രാന്ത്, അല്ല എന്ത് പറയാ. ശരിയാണ്, ഇത് കാണാൻ പറ്റി കുറെ കുറങ്ങന്മാരും ഡോങ്കീസ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇല്ലേ, ആ ഭ്രാന്തൻ മന്ത്രി? ആ ലവരാതെയും കാണാൻ പോയിട്ടുണ്ട്. തെണ്ടി. നമ്മുടെ കമ്മീഷൻ ഉപ്പ് അവിടെ എത്തിക്കാണും. ആ വായി നോക്കി കഴുത അവിടെ പോയിട്ട് എന്ത് ഒലത്താനാണ്? അത് വേറെ തെണ്ടി. വന്ന പണി തീർത്തിട്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് സ്ഥലം വിടാ. ആഹാ, ഇത് കൊള്ളാമല്ലോ. നല്ല ബെസ്റ്റ് സ്ഥലം, സീക്രട്ട് പ്ലേസ്. ലോകത്തുള്ള ഒരു മഹാനും ചത്തുകിടക്കാൻ ഇത്രയും വലിയ ശവപ്പെട്ടി കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ അവൻ ചത്തുകിടന്ന നല്ല ഭംഗിയായിരിക്കും. തന്റെ വായി ഒരു നേരത്ത് ഉടങ്ങിയിരിക്കത്തില്ല. തോക്കുണ്ടല്ലോ. എന്നെ രക്ഷിക്കണം. പോലീസിന്റെ കയ്യിലകപ്പെട്ട അവരെന്നെ തൂക്കിക്കൊല്ലും. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? താൻ വല്ല ഒളിവിലും പോ. ഇനി ഒളിച്ചു വയ്ക്കാൻ എനിക്ക് വയ്യ. എനിക്ക് ഇന്ത്യ വിട്ടു പോകണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം ചെയ്യണം. ഇല്ലെങ്കിൽ തൂങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ നിങ്ങളും ഉണ്ടാവും. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇന്ത്യ വിട്ടു പോകണം, അത്രയുള്ളൂ. ഇന്ത്യ എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിട്ടേക്കാം. പൊട്ടൂലേ? പൊട്ടിക്കല്ലേ, 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 പൊട്ടിച്ചോ, പൊട്ടിക്കല്ലേ, 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 പൊട്ടിക്കല്ലേ. എങ്ങനെയുണ്ട്? ഓക്കെ. നിനക്കൊക്കെ എന്നെ കൊല്ലണല്ലടാ. കർത്താവേ, ഭ്രാന്ത്, ഭ്രാന്ത്. താനെടുക്ക്. പൊട്ടൂല. പിന്നെ ഞാനെടുത്ത പൊട്ടോടെ പൊട്ടി. ഒന്ന് രക്ഷിക്കണോ? താൻ വാങ്ങിച്ചു, ഞാൻ പറഞ്ഞേ. ഇവിടെ കണ്ടൊരു വാദം ഉണ്ടാക്കോ. കൊല്ലടാവിനെ. നിന്ന് ചിരിക്കാതെ വെക്കാമടി. സോറി, സമയത്ത് പൊട്ടൂല പണ്ടാറം. പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ. രണ്ട് കൈ പൊക്കെ പിന്നെ വെടിവെക്കാൻ പാടില്ല. അമിതാഭ് ബച്ചൻ അങ്ങനെ. പട്ടികളെ, നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലടാ നാലെണ്ണത്തിന് ഞാൻ കൊല ചെയ്തത്. അവസാനം എന്റെ കഴുത്തിൽ കൊലക്കേറ് വീടുന്നായപ്പോ നിനക്കൊക്കെ എന്നെ കൊല്ലണം അല്ലടാ. നിനക്കൊക്കെ എന്നെ കൊല്ലണം അല്ലടാ. അല്ലടാ പറയടാ.
നിങ്ങൾ രണ്ടാളും പറഞ്ഞത് മുഴുവനും ഞാൻ ചെയ്തില്ലടാ. കൊല്ലാൻ പറഞ്ഞവരെ കൊന്നു, കുഴിച്ചു മൂടാൻ പറഞ്ഞവരെ മൂടി. നിന്നോട് വാഴക്കല്ല പറഞ്ഞത്. നടക്കില്ലടാ. ഇത് മുഴുവൻ ഞാൻ വിളിച്ചു പറയും. എന്നാ പറയടാ, ഏത് പട്ടിയാ വരുന്നത് നോക്കട്ടെ. അയ്യോ അയ്യോ, കമ്മീഷണറെ താൻ വന്ന് നന്നായി. കൊല്ലണോ അവനെ? പറ്റില്ലെന്നോ കൊല്ലാൻ? എന്തിന്? കമ്മീഷണറെ ദൈവം തല്ലി. നന്നായി. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കൊല്ലാൻ. അതെ സർ, യുവമാരനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കൊല്ലാൻ താനാരാടോ? ആരാച്ചാരോ? നമ്മളെ ഹോം മിനിസ്റ്റർ സ്ക്രീനിൽ കാണും. ഹോം മിനിസ്റ്റർ സ്ക്രീൻ. നീ എന്താ മന്ത്രം ചെല്ലണ? തിരിച്ചേടാ കമ്മീഷണർ ഞാൻ പറയുന്നു കേൾക്ക്. ക്യാമറ ക്യാമറ ഇപ്പഴാ ഗൾഫിൽ വന്നപ്പോഴല്ലേ ഇവന്റെ വീട്ടിൽ കൂടെ ക്യാമറ കൊടുത്തത്. ആ ക്യാമറ അല്ലടോ. മിണ്ടരുത്. ഇനി ഒരു അക്ഷരം മിണ്ടി രണ്ടിനടിച്ച് വാരിലേ പൊട്ടിക്കുന്നു. ഇറങ്ങിപ്പോടാ. താൻ വരാൻ പറയുമ്പം വരാനും പോകാൻ പറയുമ്പം പോകാനും ഞങ്ങളെന്താ തന്റെ വേലക്കാരാ? ചളമാക്കല്ലേ, സ്ക്രീനിൽ കാണാം. സ്ക്രീനിലല്ല, നേരിട്ട് തന്നെ കാണാം. ഇപ്പൊ തന്നെ കാണാം. എടാ, നീ ദേഹത്തെ തൊട്ടുടങ്ങിയല്ലേ? അതല്ല, നെഞ്ചത്ത് പിടിക്കുന്ന അവിടെ പിടിച്ചിട്ടെന്തിന്? ക്യാമറ ചെത്തി കളയുന്നോ? ചെത്തടാ. അതല്ല ക്യാമറ കണ്ണീട്ട് ഊത്തുന്നതാ. എടാ, എന്റെ കമ്മീഷൻ നീ തല്ലുവല്ലടാ. നിന്റെ പൊന്നു കമ്മീഷൻ നീ തല്ലുവല്ലടാ. എന്റെ പൊന്നു ജഗന്നാഥ, ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞത് അവനാണ്. എന്നെയും കൂടെ കൊലക്ക് കൊടുക്കാതെ പോടാ. ആരാടാ നിന്റെ പൊന്നു കമ്മീഷണർ? ക്യാമറ മുമ്പിൽ നിന്നിട്ടാ പോക്കൃത്രം പറയുന്നത്? ഞങ്ങളെ ചളിച്ചവന്മാർ ഇതുവരെ വിട്ടിട്ടില്ല. ഇനി ചെറിയൊരു ബ്രേക്ക്. ഞാൻ നമ്മുടെ കമ്മീഷണർ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല സാറേ. ഇവിടെ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. സൂക്ഷിച്ചേ. സാറ് പറയുന്നത് മുഴുവൻ ആഭ്യന്തരമന്ത്രി കണ്ടോണ്ടിരിക്കുക. ഇവിടെ നിന്നും താനിപ്പോ രക്ഷപ്പെടാൻ ശ്രമിച്ച അവരോടൊപ്പം താനും അകത്തു പോവും. തന്നെയും ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യാത്തത് നിത്യ ഇത്രയും കാലം ജീവനോടിരുന്നത് തന്റെ കാരുണ്യം കൊണ്ടാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ. എന്താ വേണ്ടെന്ന് വെച്ചാൽ സ്വയം തീരുമാനിച്ചോ. MSVയും രാജൻ ഫിലിപ്പും വേണോ, അതോ സ്വന്തം ജീവിതം വേണോ? സ്വന്തം ജീവിതം. കമ്മീഷണർ കലക്കുന്ന കലക്ക് കണ്ടില്ലേ? ഇതെന്താണെന്നറിയോ? മുഷിഞ്ഞ പനിയൻ. ഇതെന്താണെന്നറിയോ? ഈ കാക്കയുടെ വില എന്താന്ന് നിനക്കറിയോ? മീറ്റർ കൂടിയിട്ടുണ്ടടാ. അറിയാവോ നിനക്ക്? നിങ്ങൾ ആരടാ? ഇരുവടാ. ഇങ്ങനെയാണടാ ഫേസിലടിക്കുന്നത്. ഫേഷ്യലടി. ഇവിടെ നടന്ന സംഭവം നീ അറിഞ്ഞിട്ടില്ല. ഞാൻ ആള് മാറിയത് നീ അറിഞ്ഞില്ല. കബഡി നിന്നെ അന്വേഷിച്ച് നടക്കരുത്. കള്ള കമ്മീഷണറെ നിന്നെ ഞാൻ തനിക്ക് വേറെ പണിയൊന്നുമില്ല. മൂക്കിലടിക്കരുത്. ഇലക്ഷൻ താനിവിടെ കിടന്ന് ഉറങ്ങാണ്. എഴുന്നേക്കണോ? എല്ലാറ്റിന്റെയും കഥ ഇതോടെ കഴിക്കണം. നമ്മുടെ എല്ലാ ശത്രുക്കളെയും ഒന്നിച്ചു കിട്ടിയിരിക്കുക. ശരിയാണ്, പക്ഷെ കിട്ടണത് നമുക്ക് കിട്ടാൻ മാത്രം. ദേവനി മര്യാദക്ക് നിന്ന് ഞാൻ വേഗം ഇടിച്ചു തീർക്കാം. അയ്യോ ഓർമ്മയുണ്ടോ നിന്റെ ഈ ഓഞ്ഞ മുഖം? ഇനി നിനക്കിത് കണ്ണാടി കണ്ടാലും മനസ്സിലാവൂലടാ. ഞാനില്ല. ഇതെന്താ സീരിയൽ?
ഞാനപ്പോ സീരിയലിൽ അഭിനയിച്ചു. ഭ്രാന്തൻ ഭ്രാന്തൻ വന്ന് ഇങ്ങനെ അഭിനയിച്ചു. ഇവന് ഈ വടിയുമായിട്ട് എന്നെ തല്ലാൻ പറയാണ്. സീരിയൽ പോലും പടി കളയില്ലേ? ഇവ പടി കൊടുത്ത് അടി മേടിക്കും. എനിക്ക് പോവാൻ സമയമായി. ഇനിയിപ്പോ ഇവരോടൊപ്പം കുറെ കാലം ജയിലിൽ ഞാനും ഉണ്ടാവും. കിടക്കാതെ പറ്റില്ലല്ലോ. കുറ്റങ്ങൾ ഒരുപാടല്ലേ. അന്ന് ജയിലിൽ ചാടിയത്, പിന്നെ സാറിനെ തട്ടിക്കൊണ്ട് ഒളിവിൽ പാർപ്പിച്ചത്, അങ്ങനെ അങ്ങനെ ഒരുപാട്. ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാ. അത് കുറച്ചെങ്കിലും തിരിച്ചു കിട്ടിയത് സാറിനെ കണ്ടതിന് ശേഷമാ. താങ്ക് യു. പോട്ടെ. ഗുഡ് ബൈ. അവൻ വരും. നിനക്കൊരിക്കലും അവനെ നഷ്ടമാവില്ല. ഇതിനേക്കാൾ വലിയ കുരുക്കളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അവൻ തിരിച്ചു വരും. Best of luck. അവനെ വെറുതെ വിട്ടു. ഈ കേസിൽ നമ്മുടെ ഹരീന്ദ്രൻ ജയിച്ചു. എക്സ്ക്യൂസ് മീ. യെസ്. ഇപ്പൊ നിങ്ങൾ തീർത്തും സ്വതന്ത്രനാണ്. അപ്പോ ഭാവി പരിപാടി എന്താണെന്ന് പറയാമോ? അത് ഓ, താൻ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. പിന്നെ ഇതാ ഭാവി പരിപാടി. ഒരാളുടെയും സഹായമില്ലാതെയാ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. പക്ഷെ ഇപ്പൊ ഒരാളുടെ സഹായം വേണ്ടി വന്നു. എങ്കിലതങ്ങ് അവസാനം വരെ നിലനിർത്തിയാൽ എന്താണ്ടാ ഇവള് ചോദിക്കുന്നത്. എനിക്കും അതിഷ്ടാ. കള്ളനും പോലീസും തമ്മിൽ കല്യാണം കഴിക്കേ വല്യച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ വല്ല സിനിമയിലേ നടക്കൂ. ജീവിതത്തിലൊന്നും ശരിയാവില്ല. പോലീസും തമ്മിൽ ചേരും, പക്ഷെ കള്ളനും പോലീസും തമ്മിൽ ചേരില്ല. ഞങ്ങൾക്കത് ചേരുമെങ്കിൽ ഇവൾക്കിത് ഇഷ്ടമാണെങ്കിൽ പിന്നെന്താ പ്രശ്നം? എനിക്കിഷ്ടമല്ല. മുല്ലപ്പൂ ചൂടേണ്ട മുടിയിൽ കാക്കിത്തൊപ്പിയും തങ്കക്കൊലിസിടേണ്ട പാദങ്ങളിൽ ബൂട്ട്സും ഇട്ട് കിടക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ പോലീസ് ഓഫീസർക്ക് മുല്ലപ്പൂവും ചൂടി കൊലുസുവിട്ട് നടക്കാൻ പറ്റുമോ? ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും എന്നെ പോലൊരു ക്രിമിനലിന് ഒരു ചെറിയ ശിക്ഷ പോലും വാങ്ങിത്തരാൻ കഴിയാത്ത ഇവരെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലും അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഐ എം സോറി. അങ്ങനെ പറയരുത്. ഹരി പറഞ്ഞതൊക്കെ ശരിയാണ്. ഇവിടെയും ഹരി തന്നെ ജയിക്കട്ടെ. വിജയ്ക്ക് തരുന്ന സമ്മാനമായി കരുതി ഇത് സ്വീകരിക്കണം. ദാ ഇത് കാണുമ്പോഴെങ്കിലും എന്നെ ഓർക്കണം. താങ്ക് യു. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്യരുതെന്ന് നീ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ നീ അതും മറന്നു. അതെ, മറന്നു. അത് അവൾക്ക് വേണ്ടിയാ. എന്നെ സ്നേഹിച്ചവർക്കൊക്കെ ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രമേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അക്കൂട്ടത്തിൽ അവള് വേണ്ട. ഒരു കള്ളന്റെ കൂടെ ജീവിച്ച് അവളുടെ ജീവിതം പാഴാക്കരുത്. എവിടെയാണെങ്കിലും അവള് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എനിക്കിഷ്ടം. ഇറങ്ങി വാ വെളിയില്. എന്തിനാ? ഇറങ്ങി വരാൻ. ഇറങ്ങി. എന്താ?
ഇത് നീ മോഷ്ടിച്ചല്ലേ? ഓ, ഇതെനിക്ക് നിത്യ തന്നതാ. തന്നത്? ഇത് മോഷണം പോയിന്ന് മാഡം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കേസിൽ ശിക്ഷ വാങ്ങി തന്നാ പോരെ എന്നെ അംഗീകരിക്കാൻ? എന്നെ അംഗീകരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേറ്. കേറ്.